ഇത് റൈസോഫോറ മുക്രനേറ്റ് എന്ന ഭ്രാന്തൻ കണ്ടലാണ്. ഇത് എഴുത്താണി കണ്ടലാണ്. നല്ല കണ്ടൽ എന്നും പറയും. ഇതാണ് ഉപ്പൂറ്റി എന്ന കണ്ടൽ ചെടി. ഇതാണ് ഒതളം. തീരദേശത്ത് കണ്ടുവരുന്ന ഒരു കണ്ടലിൻ്റെ കൂട്ടാളികളിൽ വരുന്ന ഒരു ചെടിയാണ്. സാധാരണ ഇത് ഉപ്പുവെള്ളത്തിൽ മാത്രം വളരുന്നതാണ് ഈ കണ്ടൽക്കാടുകൾ. ഈ ഉപ്പുവെള്ളത്തിൽ മാത്രം വളരുന്ന കണ്ടൽക്കാടുകൾ ശുദ്ധജലത്തിലും വളർത്താനുള്ള ഒരു വലിയൊരു കണ്ടെത്തൽ അതിന് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ശുദ്ധജലത്തിൽ മാത്രമല്ല, നമ്മൾ അലങ്കാര ചെടിയായിട്ട് വീടുകളിൽ ചട്ടിയിലും വെക്കാം. അതേപോലെ തന്നെ നമുക്ക് കൃത്രിമ ടാങ്കിൽ ഉണ്ടാക്കിയ പാറപ്പുറത്ത് വിദ്യാലയ മുറ്റത്ത് വരെ നമുക്ക് ഈ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് നല്ലൊരു ഓക്സിജൻ പാറലാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് കടിഞ്ഞുമലയിലാണ്. ഒരു 20 വർഷമായിട്ട് പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് ഞാൻ വ്യാപൃതമായിട്ട് ഇരിക്കുകയാണ്. അതിൽ തന്നെ ഞാൻ 2 വിഭാഗങ്ങളായിട്ട് കണ്ടൽക്കാടുകൾ, അതേപോലെ തന്നെ വനവൽക്കരണം, ഔഷധ സംരക്ഷണം, പിന്നെ കണ്ടുപിടുത്തം, അങ്ങനെ 3-4 ഭാഗങ്ങളായിട്ട് ഞാൻ ചെയ്തു വരുന്നത്. ഇപ്പോൾ കണ്ടൽക്കാടുകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ വർഷവും ലക്ഷക്കണക്കിന് കണ്ടൽ ചെടികൾ ഇതുപോലെ വിത്ത് ശേഖരിച്ച് ചെടികളാക്കി കേരളത്തിലുടനീളം വെച്ചുപിടിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു പദ്ധതിയുണ്ട്, ജീവനം നീലേശ്വരം. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കണ്ടൽ കാടുകളിലേക്ക് ശ്രദ്ധ തിരിച്ചത്. വളരെ സൗന്ദര്യമുള്ള ഈ കണ്ടൽക്കാടുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വിത്ത് ശേഖരിച്ച് കുറേയൊക്കെ ആദ്യം ഞാൻ ചെയ്തു. പിന്നീട് അത് നല്ലൊരു മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു ഇതായി തോന്നി. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ നട്ടുവരുന്നത് ഒന്ന് ഭ്രാന്തൻ കണ്ടൽ, മറ്റൊന്ന് നല്ല കണ്ടൽ, പിന്നെ എഴുത്താണി കണ്ടൽ, പിന്നെ അതിൻ്റെ സഹവർത്തികളായിട്ട് കുറേ ചെടികളുണ്ട്. പിന്നെ ഉപ്പൂറ്റി കണ്ടലും വെക്കും, പിന്നെ അതേപോലെ തന്നെ കണ്ണാമ്പൊട്ടി, അങ്ങനെയുള്ള ഒരുപാട് ഒതളം, അതെല്ലാം ഇതിൻ്റെ സഹവർത്തികളിൽ വരുന്നതാണ്. ഇത് റൈസോഫോറ മുക്രനേറ്റ് എന്ന ഭ്രാന്തൻ കണ്ടലാണ്. കേരളത്തിൽ കാണുന്ന ഏറ്റവും സുന്ദരമായ കണ്ടൽ, ഭംഗിയുള്ള കണ്ടലിൽ ഒരിനമാണ്. ഇത് നമുക്ക് വീട് മുറ്റത്തും അതേപോലെ തന്നെ വിദ്യാലയ മുറ്റത്തും എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കൃത്രിമമായിട്ടുള്ള ചതുപ്പുണ്ടാക്കിയിട്ട് നമുക്കിതുപോലെ കണ്ടൽ വളർത്താം. ഏറ്റവും നല്ലതാണ്. ഇത് പിന്നെ ഒരു 6-8 വർഷമായിട്ട് നമ്മളിത് കൃത്രിമ ചതുപ്പിൽ നമ്മൾ വളർത്തിയെടുത്താണ്, ശുദ്ധജലത്തിൽ വളരുന്നത്. ഇതിനെപ്പോഴും നനവ് അത്യാവശ്യമാണ്. ഒരിക്കലും വെള്ളം നനവില്ലാതിരിക്കാൻ ആക്കിക്കൂടാ. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ വാടിപ്പോകും. അപ്പോൾ കുറച്ചും കൂടി ഒരു 1-1.5 അടി ആഴത്തിലെങ്കിലും ഇതിൻ്റെ ഒരു കൃത്രിമ പടുതാക്കുളം ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ചകരിച്ചോറും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ലൊരു ചതുപ്പുണ്ടാക്കിയ ശേഷം വെക്കുക. എപ്പോഴും അത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു 10-15 ദിവസത്തേക്ക് ഒരിക്കൽ നമുക്ക് നനക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എപ്പോഴും നനച്ചുകൊണ്ട് നമുക്ക് പരിപാലിക്കും. ഇത് ഭ്രാന്തൻ കണ്ടൽ തന്നെയാണ്. ഇത് നമുക്ക് ചട്ടിയിൽ നല്ല ചതുപ്പാക്കിയിട്ട്, ചട്ടിക്കകത്ത് ദ്വാരം വേണമെന്നില്ല, ആ ചട്ടിക്കകത്ത് ദ്വാരം അടച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചതുപ്പ് ആക്കിയതിന് ശേഷം അതിലേക്ക് നട്ടാൽ ഇതുപോലെ ചെടിയായിട്ട് വരും. ഇത് നമ്മൾ തണലത്തായതുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റിയായിട്ട് നന്നായിട്ട് വളർന്നത്. ഇതിൻ്റെ ഇലകൾ പഴുത്ത് വീഴുമ്പോൾ തന്നെ പിന്നെ ഞണ്ട് എടുത്ത് കൊണ്ടുപോയി മാളത്ത് കൊണ്ടുപോയി ഞണ്ടിൻ്റെ 1-ാം തരം ഭക്ഷണമാണ്. ഇതിൻ്റെ ഇലയൊക്കെ തിന്ന് അത് വിസർജിക്കുന്ന വസ്തുക്കൾ മറ്റ് ജന്തുജന്യം എല്ലാ മത്സ്യങ്ങൾക്കും നല്ല 1-ാം തരം പ്രോട്ടീനിലെ ആഹാരമായിട്ട് മാറുന്നുണ്ട്. ഇത് എഴുത്താണി കണ്ടലാണ്. നല്ല കണ്ടൽ എന്നും പറയും. നമ്മൾ ഭക്ഷണയോഗ്യമാണ് ഇതിൻ്റെ കായ. പണ്ടിലെ ആൾക്കാർക്ക് ഒരുപാട് പിന്നെ ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കായ മറ്റ് കണ്ടൽ ചെടിയുടെ വിത്തിനെ അപേക്ഷിച്ച് ഏകദേശം എഴുത്താണി പോലെ തന്നെ ഉണ്ടാവും. മറ്റേത് ഏകദേശം കുറേ നീളവും മുരിങ്ങാക്കോലിൻ്റെ ആകൃതിയിലാണ് ഉള്ളത്. ഇത് എഴുത്താണി പോലെ, അതുകൊണ്ടാണ് ഇതിന് എഴുത്താണി കണ്ടൽ എന്ന പേര് വന്നത്. ഇതും പിന്നെ ഭക്ഷണയോഗ്യമാണ് ഇതിൻ്റെ കായ. ഇതാണ് ഉപ്പൂറ്റി എന്ന കണ്ടൽ ചെടി. ഉപ്പിനെ ഊറ്റുന്നത് ഉപ്പൂറ്റി. തെക്കോട്ടൊക്കെ പിന്നെ ഉപ്പട്ടി എന്നും പറയും. ഇതിൻ്റെ ഇലകളിൽ ഉപ്പ് തരികൾ ആ നല്ല ഉപ്പിൻ്റെ സമയത്ത് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ശ്വസന വേരുകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് നമ്മൾ ശുദ്ധജലത്തിൽ വളർത്തിയെടുത്താണ്. അതേപോലെ തന്നെ ഇത് നേരത്തെ നമ്മൾ നോക്കിയ എഴുത്താണി കണ്ടൽ ആണ്. ഇത് നമ്മൾ ചട്ടിയിൽ ശുദ്ധജലത്തിൽ വളർത്തിയെടുത്താണ്. ഇതാണ് ഒതളം. തീരദേശത്ത് കണ്ടുവരുന്ന ഒരു പിന്നെ കണ്ടലിൻ്റെ കൂട്ടാളികളിൽ വരുന്ന ഒരു ചെടിയാണ്.
ജല ശുദ്ധീകരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ശുദ്ധജലം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷച്ചെടി ആണെങ്കിലും പണ്ടുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ പഴം, ഒതളം എന്നൊക്കെ പറയും. അപ്പോൾ സാധാരണ നമ്മുടെ തീരപ്രദേശത്ത് നിന്ന് വീശിയടിക്കുന്ന കൊടുങ്കാറ്റ്, ഒരു 60 കിലോമീറ്റർ സ്പീഡ് വരുന്ന കൊടുങ്കാറ്റിനൊക്കെ ഒരു 30 കിലോമീറ്ററാക്കി കുറക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടൽക്കാട് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് തീരപ്രദേശത്ത് നമ്മൾ വ്യാപകമായിട്ട് വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. കൂടുതൽ ഞാൻ ഈ ഇതിലേക്ക് തിരിയാൻ കാരണം തന്നെ നമുക്ക് സാധാരണ ഒരുപാട് കുന്നും മലയും ഒക്കെ വെടിവെച്ച് തകർത്ത് കരിങ്കല്ല് കൊണ്ടാണ് പുഴയോരും കടലോരൊക്കെ കിട്ടുന്നത്. നേരെ മറിച്ച് അതിലൂടെ ഒരുപാട് ഉരുളുപൊട്ടലും അതേപോലെ തന്നെ വെള്ളച്ചാട്ടമൊക്കെ ആയി ഒരുപാട് ദുരിതങ്ങൾ സംഭവിക്കുന്നത്. അതിന് പകരമായിട്ട് ഏറ്റവും നല്ലത് ഇത് കണ്ടൽക്കാടുകൾ വെച്ചുകൊടുത്ത് ഒരു ജൈവ ഭിത്തിയായിട്ട് നമുക്ക് നിർമ്മിക്കാനുള്ള ഒരു വലിയൊരു ബോധ്യം എനിക്ക് വന്നത് ഈ സുനാമി എന്ന ദുരന്തം വന്നതിന് ശേഷമാണ്. അതിനുശേഷം കൂടുതൽ ഞാൻ ഈ കണ്ടൽക്കാടിലേക്ക് തിരിഞ്ഞത്. ഉപ്പൂറ്റി എന്നുള്ള ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് കിണറുകളിലും കുളങ്ങളിലൊക്കെ ഉപ്പ് രസമുള്ള വെള്ളം ഉണ്ടാവും. ഇതിന് ഉപ്പിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അത് എല്ലാ ചെടിക്കും ഉണ്ട്. ഈ ഉപ്പൂറ്റിക്ക് പ്രത്യേകിച്ച് അത് കംപ്ലീറ്റ് ഉപ്പിനെ വലിച്ചെടുത്ത് അതിൻ്റെ ഇലകളിലൂടെയാണ് ഉപ്പ് പുറന്തള്ളുന്നത്. നമ്മൾ ഈ ഇതിൻ്റെ നല്ല വേനൽക്കാലത്ത് അതിൻ്റെ ഇലയുടെ പുറത്തൊക്കെ ഇങ്ങനെ തടിയാൽ ഉപ്പിൻ്റെ തരി കാണാം. അപ്പം നമ്മളെ ശുദ്ധജലം കൂടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടൽ ചെടി സഹായിക്കുന്നു. അതേപോലെ തന്നെ വെള്ളത്തിലെ വിഷാംശങ്ങളെ സ്വീകരിക്കുന്ന ഒരു വലിയൊരു ഇത് നടത്തുന്ന ഒരു ചെടിയുണ്ട്, കണ്ണാമ്പൊട്ടിയാണ്. ഇലയിൽ പാല് പോലുള്ളൊരു ദ്രാവകം ഉണ്ടാവും. അത് കണ്ണിൻ്റെ കാഴ്ചന് പോകുന്ന പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് വിഷാംശങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ വേരുകൾക്ക് വളരെയേറെ വേരുകൾ കൊണ്ട് കോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. വിദേശത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അതിൻ്റെയൊക്കെ കോർക്കുകൾക്ക്. നല്ല കണ്ടൽ പണ്ടുള്ള പഴമക്കാരൊക്കെ ഭക്ഷണമില്ലാത്ത ക്ഷാമകാലത്തൊക്കെ അതിൻ്റെ വിത്ത് തറച്ച് വെള്ളം കൂട്ടി, കപ്പയും കഴിക്കുന്നവർ വെള്ളം കൂട്ടി പുഴുങ്ങിയിട്ട് ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇലകൾ വേത് വെച്ച് വാതരോഗത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മരുന്നിൻ്റെ ആവശ്യത്തിന് കൂടി ഈ കണ്ടൽ ചെടികൾ ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണ്ടൽ ചെടികളെ നമ്മൾ ഇന്ന് വളരെയേറെ പ്രാധാന്യത്തോട് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ ആഗോളതാപനത്തിന് മാത്രമല്ല ഒരുപാട് വായുവിലെയും വെള്ളത്തിലെയും മാരകമായ വിഷാംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യന് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കണ്ടൽ ചെടികൾ വളരെയേറെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല നമ്മുടെ അതേപോലെ തന്നെ നമ്മളെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പരിധിവരെ മത്സ്യങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രജനനം നടത്തുന്നതിൻ്റെ വേരുകൾക്കിടയിലാണ്. അപ്പോൾ ഒരു പരിധിവരെ വളർന്ന് മുട്ടയിട്ട് വളർന്ന് അതിന് ശേഷം ഇത് പുഴയിലേക്ക് പോകുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണ് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുക. ഇതൊന്നും അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അവരെയും കൂടി ബോധവാന്മാരാക്കിക്കൊണ്ട് നമ്മൾ എവിടെയോ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത് അതിന് മുമ്പായിട്ട് ആ പ്രദേശത്തിലെ ആൾക്കാരൊക്കെ വിളിച്ചു ചേർത്ത് ഇതിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഈ കാണുന്ന കണ്ടൽ ചെടികൾ തന്നെ ഇതിൻ്റെ വിത്തുകൾ വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ശേഖരിക്കുന്നത്. വലിയ കൂട്ടം കണ്ടൽക്കാടുകളുടെ ഇടയിൽ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഓരോ വിത്തുകളും ശേഖരിച്ച് കൊണ്ടുവന്ന് അതിനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ മണ്ണിൽ വെച്ചാൽ നമുക്കതിൻ്റെ വേര് പറിക്കുമ്പോൾ പൊട്ടിപ്പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഗ്രോ ബാഗിനകത്ത് ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചത്. നമുക്കിത് എടുത്തിട്ട് ഈ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ വേരിന് യാതൊരു ക്ഷതവും സംഭവിക്കുന്നില്ല. അത് നമ്മളെ മെല്ലെ അടർത്തിയെടുത്ത് നമ്മൾ ഇനിയിപ്പോൾ ഈ വെക്കാനുള്ള സീസണായി. ഈ സീസണിൽ നമ്മളിതെല്ലാ സ്ഥലങ്ങളിലും വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ ശുദ്ധജലത്തിൽ കണ്ടൽക്കാട് വിത്ത് ശേഖരിച്ചിട്ട് നമ്മളത് പ്രത്യേക ഒരു ടാങ്കിക്കകത്ത് നമ്മൾ ശുദ്ധജലത്തിൽ ഒരു കുറേ 2-3 മാസം വരെ ശുദ്ധജലത്തിൽ നിന്ന് വെച്ച് വളർത്തിയെടുത്തിട്ട് ഒരു പരുവത്തിൽ നമ്മളതിനെ ഒരു പാകപ്പെടുത്തിയെടുത്തതിന് ശേഷം നമ്മൾ മറ്റ് ശുദ്ധജലത്തിൽ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ കണ്ടൽ ചെടിയിൽ നിന്ന് അടർന്നു വീണ വിത്തുകൾ പല കാടുകളിലും അവിടെയൊക്കെ തങ്ങിക്കിടന്ന വിത്തുകൾ 25,000-ഓളം വിത്തുകൾ ഞാനിത് കാടുകളിൽ നിന്നൊക്കെ പറക്കി കൊണ്ടുവന്നതാണ്. അതിനിപ്പോൾ അല്പം വേരും ചെറിയ മുകളും വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ കണ്ടൽ ചെടിയിൽ നിന്ന് ഇതുപോലെ അടർന്നു വീഴുമ്പോൾ ഇതിൻ്റെ ഈ കൂർത്ത ഭാഗം, ഈ മുനയുള്ള ഭാഗം സാധാരണ ചെളിയിൽ തറച്ചാൽ മാത്രമേ അവിടെ തെളിക്കുള്ളൂ. അല്ലാത്തത് ഇതുപോലെ ഈ കാണുന്ന 25,000 ചെടിയുണ്ട്. ഇതൊക്കെ ഒഴുകിപ്പോയതാണ്. ഇതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പറക്കിയിട്ട് ശേഖരിച്ചു കൊണ്ടതാണ്.
അപ്പോൾ ഒരു വിത്ത് പോലും നമ്മൾ ആ പിന്നെ ചെടി പാകാവുമ്പോൾ തന്നെ എല്ലാം പറിച്ച് ശേഖരിച്ച് വിത്താക്കി എടുക്കണം. അതിന് സർക്കാരും കൂടി മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ഇതെല്ലാം വിത്താക്കാനുള്ള സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം. സാധാരണ നമ്മളൊരു 10 പച്ചത്തുരുത്ത് ചെയ്യുന്നിടത്ത് ഈ കണ്ടൽക്കാടിൻ്റെ ഒരു പച്ചത്തുരുത്ത് ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടും. ഏകദേശം ഏപ്രിൽ മെയ്യോട് കൂടി തന്നെ നമുക്ക് വിത്തുകളായി കിട്ടും. അപ്പോൾ ആ വിത്തുകൾ നമ്മൾ പിന്നെ ഓരോ പ്രദേശത്തിലും മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ നമ്മൾ ശേഖരിച്ച് അവർക്ക് അവരുടേതായ കൂലി കൊടുത്തുകൊണ്ട് നമ്മൾ വീട്ടിൽ പിന്നെ വളരെ ദൂരം നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കാസർഗോഡൊക്കെ അങ്ങ് തളങ്കര, അപ്പോൾ ഇവിടെ പഴയങ്ങാടി ആ ഭാഗത്തൊക്കെ വണ്ടിയിൽ കൊണ്ടുവരണ്ട. നമുക്ക് ഒരു ചെടി ഇവിടെ വെച്ചൊരു തയ്യാകുമ്പോൾ നമുക്ക് 10 രൂപയെങ്കിലും അതിന് മുതൽ മുടക്ക് വരും. നമ്മൾ ഈ കണ്ടൽ ചെടി കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് പിന്നെ കൃത്രിമ ടാങ്കിൽ പടുതാക്കുളം പോലെ ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ചകരിച്ചോറ്, മണൽ, ചെളി ഒക്കെ മിശ്രിതമാക്കി നമ്മൾ നല്ല വയലിണക്കാക്കി അങ്ങനെയും വെക്കും. പിന്നെ അതേപോലെ ഗ്രോ ബാഗിനകത്തും നമ്മൾ ഇതേപോലെ ചതുപ്പുണ്ടാക്കിയിട്ട് ഗ്രോ ബാഗിനകത്തും വെച്ച് അങ്ങനെ അതിലൊക്കെ ഒരുപാട് പിന്നെ കൂലിയൊക്കെ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ നമുക്ക് എല്ലാ തീരപ്രദേശത്ത് കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കാം. കൂടുതൽ നമുക്ക് പിന്നെ നല്ല ചതുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ സാധിക്കുക. നേരെ ചതുപ്പില്ലാത്ത പൂഴി മണ്ണിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന കണ്ടൽ ചെടികൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള കണ്ടൽ വെക്കുക. അത് ചതുപ്പ് ഇല്ലെങ്കിൽ നമ്മൾ കൃത്രിമ വയൽ ഒരു 1-1.5 അടി ആഴത്തിൽ കുഴിച്ച് നമ്മൾ ഷീറ്റോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചതുപ്പ് സാധാരണ വയൽ നെല്ല് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതേ നമ്മളതിനകത്ത് നട്ട് അതുപോലെ നമ്മളിപ്പോൾ പാറപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്, 1-2 സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. ശരിക്ക് നമ്മൾ വെറുതെ വെച്ച് പോയാൽ പോരാ, നല്ല ആഴത്തിൽ ഒരു അടിയെങ്കിലും കുഴിച്ച് നമ്മൾ അത് മൂടി അതിന് നല്ലൊരു സ്റ്റമ്പ് നാട്ടി കെട്ടി ഇടയ്ക്കൊരു അതിന് വേര് പിടിക്കുന്നവരെ നമ്മളതിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സംരക്ഷണം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഇത് മുഴുവൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലെ എല്ലാ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അവരെല്ലാം ബോധവൽക്കരിച്ചുകൊണ്ട് ഇത് വെക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ജില്ലകളിലും കണ്ടലിൻ്റെ പച്ചത്തുരുത്ത് ഒരുക്കിയാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് 8 ജില്ലകളിൽ ഞാൻ കണ്ടലിൻ്റെ പച്ചത്തുരുത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെടിയൊക്കെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ അതിന് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹരിത കേരള മിഷൻ്റെയും അവരുടെ തൊഴിലുറപ്പിൻ്റെ സഹകരണത്തോടു കൂടി ഓരോ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നമ്മളിത് വെച്ച് പിടിപ്പിച്ചിട്ട് പോകും. ഇപ്പോൾ ഈ സീസണിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ലക്ഷത്തോളം കണ്ടൽ ചെടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ പല മേഖലയിലെ സന്നദ്ധ സംഘടനകളായാലും NCC ആയാലും NSS ആയാലും അതേപോലെ തന്നെ പിന്നെ പഞ്ചായത്തായാലും എല്ലാ സന്നദ്ധ സംഘടനയുടെ അവരെ കൂടി ഞാൻ പിന്നെ ഇതിലേക്ക് പിന്നെ ക്ഷണിച്ച് അവരെ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് വെച്ചുപിടിപ്പിക്കാനാണ്. വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പിന്നെ NSSൻ്റെയും NCCയുടെയും വിദ്യാർത്ഥികൾ വളരെ താല്പര്യത്തോട് മുന്നോട്ട് വരുന്നത് ഈ കണ്ടൽ ചെടി വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവർക്കൊക്കെ ഞാൻ സൗജന്യമായിട്ടാണ് ഈ ചെടികൾ കൊടുക്കുന്നത്. അപ്പോൾ അവരെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നു. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ നമ്മളെല്ലാം സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അവരും കൂടി സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സംയുക്തമായിട്ട് എൻ്റെ ഒരു ജീവനം എന്ന പദ്ധതിയുണ്ട്, അതുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് പോയി ചെയ്യാമെന്ന് പറയും. കണ്ടൽക്കാടിനെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പിന്നെ ഇതിനെ സംരക്ഷിക്കേണ്ടതും അതിനെ നട്ട് പരിപാലിക്കേണ്ടതും വളരെ അടിയന്തരമായ ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മഴക്കാടുകളെ അപേക്ഷിച്ച് ഒരു 30 ഇരട്ടിയിലധികം കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കഴിവ് ഈ കണ്ടൽക്കാടുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള താപന നിയന്ത്രണത്തിന് ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുക.